ഹലോ, അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷമല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ പെരളശ്ശേരി അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. ചേച്ചി ആദ്യം തന്നെ കാല് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രശസ്തമായ കുറേ അമ്പലങ്ങളുണ്ടല്ലേ നമ്മൾ കണ്ണൂരുകാർക്ക്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രവും അതിൽ പെട്ടതാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഈ കുളം തന്നെയാണ്. 10,000-10,000 വർഷത്തിന് മുന്നേയുള്ള കുളമെന്ന് പറയുന്നു. പണ്ടുള്ളവർ എന്ത് ഭംഗിയായിട്ടല്ലേ ഓരോന്ന് ചെയ്തു വെക്കുന്നത്. നിറയെ മീനുകളുണ്ട് ഇതിൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ നോക്കുക. ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ആളുകളൊക്കെ വരുന്നുണ്ട്. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല വൈബാണ് കേട്ടാ. പോരാത്തതിന് സുബ്രഹ്മണ്യ സ്വാമിയുടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ചേച്ചി പുഷ്പാഞ്ജലി വയ്ക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പ്രസാദമൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് നല്ല മണം കേട്ടോ ഈ ചന്ദനത്തിന്. അപ്പോൾ അകത്തുനിന്നൊന്നും വീഡിയോ എടുത്തില്ല, പുറത്തുനിന്ന് മാത്രം ഞങ്ങൾ അമ്പലം വലം വെക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആൽമരം കണ്ടോ, അതിനെന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടാ. നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള ആൽമരമാണ്. ഇവിടെ ഇലയിൽ കല്ല് വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറേ ആൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ടില്ല, ആഗ്രഹങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ ഞാൻ വെച്ചിട്ടില്ല. കണ്ടോ, ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളായതൊക്കെ. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളയും. അതുകൊണ്ട് ഞാൻ വെക്കാനൊന്നും നിന്നിട്ടില്ല. കണ്ടോ, ഓരോ ഇലയിലും കല്ലൊക്കെ എടുത്ത് വെച്ചത്. അവിടെ സർപ്പബലി കഴിച്ച പായസമൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടെയുള്ള ആ പായസം കുടിക്കാൻ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും താഴെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാറുണ്ട് കേട്ടോ. ഇല്ലേ മൂപ്പർക്ക് ദേഷ്യം വരണ്ട, അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ശ്രീകൃഷ്ണൻ്റെ പാട്ടും നല്ലൊരു ശാന്തതയും നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ശ്രീകൃഷ്ണൻ കാണിക്ക വെക്കാൻ വേണ്ടിയിട്ട് പട്ടും പഴവും താമരമുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഇന്ന് വന്നപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കഞ്ഞിയൊക്കെ കാണുന്നത് കേട്ടോ, അല്ലെ പായസമാണ് ഉണ്ടാവാറ്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചേ. അപ്പോൾ വേഗം തന്നെ അവിടെയുള്ള സ്പൂണും പ്ലേറ്റൊക്കെ എടുത്ത് വന്നിരുന്ന് കഴിക്കുക കേട്ടോ. നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെയാണ്. ഗോതമ്പിൻ്റെ കഞ്ഞിയാണ്, വൻപയറുണ്ട്, പിന്നെ നല്ല അരിപ്പായസമൊക്കെ ഉണ്ട്. അവിടെ എത്രയാണ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങൾ എന്നൊക്കെ അറിയാം. നമ്മുടെ പറശ്ശിനിക്കടേൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം കളിപ്പാട്ടമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.